ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്വലാത്തിന് മരിക്കുന്നതിന് മുമ്പ് തന്നെ ദുആക്കൊക്കെ നേതൃത്വം നൽകുന്ന അബൂബക്കർ ഫൈസി ഉസ്താദ് ഉണ്ട്. ഇനി തുടർച്ചയായി ഇത് നടത്താൻ ഇജാസത്ത് കിട്ടിയിട്ടുള്ളത് മൂപ്പർക്കാണ്. അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഉസ്താദിനെ പറ്റി ചോദിച്ചപ്പോൾ വളരെ വാചാലമായ ഏകദേശം 3/4 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. നമ്മൾ ചോദിക്കാതെ തന്നെ ആവേശത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ ഉസ്താദിന്റെ അടുക്കൽ ചെന്നതാണ് ദർസ് പഠിക്കാൻ. പിന്നീടുള്ള കാലം, പിന്നെ ഈ സമയം വരെയും ഒരു 3 വർഷം മാത്രമാണ് അതിന്റെ ഇടയിലൊന്ന് മാറി നിന്നത്. ബാക്കി മുഴുവൻ സമയവും ഞാൻ ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ഉസ്താദിന്റെ ഓരോരോ ചലനങ്ങളും പ്രവർത്തനങ്ങളും മുഴുവനും ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ, പെരുമാറ്റത്തിന്റെ വിഷയത്തിലൊക്കെ സുബ്ഹിക്ക് ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കൂല. ഏതു സമയത്തും ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് ഒരു മുത്തഅല്ലിമിനെയോ ഒരു നേരം ഉസ്താദുമാരെയും വിളിച്ചു വരുത്തി ജമാഅത്തായിട്ട് മാത്രമേ ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് നിസ്കരിക്കുള്ളൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കും. ഉടനെ മുമ്പിൽ തന്നെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് ളുഹയുടെ സമയമായി ളുഹാ നിസ്കാരം കഴിഞ്ഞ് മാത്രമേ ഉസ്താദ് അവിടെ നിന്ന് എണീറ്റ് പോരാറുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസവും ളുഹാ നിസ്കാരം മുടങ്ങാതെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഉസ്താദിനെ കാണാൻ വരുന്ന ആളുകളിൽ നിന്നൊക്കെയുള്ള ചില 1-2 അനുഭവങ്ങൾ ഉസ്താദ് പങ്കുവെച്ചു. ഒരു ദിവസം ഒരു സഹോദരി, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ക്യാൻസർ ബാധിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞ ഒരവസ്ഥയിൽ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചിട്ട് ഈ പെൺകുട്ടിയോട് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത്രേ, എനിക്കിനി ക്യാൻസർ ഒന്നുമില്ല, എനിക്കങ്ങനെ ഒരു അസുഖമില്ല, അസുഖമൊക്കെ മാറിക്കോളെന്ന് പറഞ്ഞ് ഉസ്താദ് തിരിച്ചയച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ പറയാണ്, അങ്ങനെ ആ പെൺകുട്ടി വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ അസുഖം സ്വാഭാവികമായി ഒരിക്കലും മാറില്ല എന്ന് പ്രതീക്ഷിച്ച ക്യാൻസർ എന്ന അസുഖം മാറുകയും പിന്നീട് മുടിയൊക്കെ വന്ന് ആ കുട്ടിയെ കെട്ടിച്ച് ഇന്ന് 2-3 കുട്ടികളുണ്ട് ആ പെൺകുട്ടിക്ക് എന്ന് പറയണത്. ആ പെൺകുട്ടി ഇന്നും നിരന്തരം അവിടെ നടക്കുന്ന ശനിയാഴ്ചയിലെ ദിക്റിന്റെ മജ്‌ലിസിൽ നിരന്തരമായി പങ്കെടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ.